പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞത് സകല മനുഷ്യർക്കും മാനസാന്തരം ഉണ്ടാകണം എന്നാണ്. എനിക്ക് മാനസാന്തരമുണ്ടെങ്കിൽ മറ്റനേകർക്ക് അതുകൊണ്ട് നല്ല ഉപകാരമായി. എനിക്ക് മാനസാന്തരമില്ല എങ്കിൽ മറ്റനേകർക്കും അതുകൊണ്ട് ദോഷമായി. ഇത് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ്. അപ്പോൾ മാനസാന്തരം എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും നമുക്ക് അനുഗ്രഹം തന്നെയാണ്. നമ്മൾ ഈ ഇന്നലെയൊക്കെ പത്രത്തിലും വാർത്തയിലുമൊക്കെ കാണുവാൻ കഴിഞ്ഞു, പരസ്പരം പോരാടി മരിക്കുന്ന മനുഷ്യരെ പറ്റി. പക, വിദ്വേഷം, പിണക്കം ഇതൊക്കെയും മനുഷ്യന്റെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവസരം ലഭിക്കുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുകയാണ്. അതുകൊണ്ട് ആർക്കാണ് ലാഭം? ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം, ജനത്തിന് സമാധാനം ലഭിക്കാതെ വളരെ ഭീതിയോടെ കഴിയുന്ന അന്തരീക്ഷം, അതാണ് ലോകം. ആ ലോകത്തെ ജയിക്കണമെങ്കിൽ നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം നമുക്ക് സ്വയം തിരഞ്ഞെടുത്ത് സൂക്ഷിക്കുവാനോ അത് അനുഭവവേദ്യമാക്കുവാനോ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായും മാനസാന്തരം നമുക്കല്ല മറ്റുള്ളവർക്കും അത് വലിയ അനുഗ്രഹമായി തീരും. അതിനാണ് കർത്താവ് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഇവിടെ ക്രിസ്തുവിന് പുരുഷാരത്തോടും കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയോടും ഉണ്ടായ മനസ്സലിവിനെ കാണിക്കുന്നതാണ് അല്പസമയം ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം. കടം വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത ദാസനോട് കരുണ കാണിച്ച യജമാനന്റെ മനോഭാവം. ദാരിദ്ര്യത്തിന്റെ നടുവിലോ ഇല്ലായ്മയുടെ ഞാൻ പ്രസംഗം ഒന്ന് കഴിഞ്ഞോട്ടെ. ഈ സമയം വരെ ഇന്ന് രാവിലെ കാപ്പി പോലും കുടിക്കാതെ എല്ലാം എറിഞ്ഞ് പോയത്. ഒന്ന് ദൈവഭയത്തോടെ മാനസാന്തരപ്പെടുത്താനൊന്നും. കുഞ്ഞുമാൻ ഇന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ദൈവഭയം ഉണ്ടായിരിക്കണേന്ന്. അപ്പോൾ യേശു പറയുകയാണ്, കടം വീട്ടുവാൻ നിർവാഹമില്ല, യജമാനന് കടക്കാരനായി തീർന്നിരിക്കുക. അതാണ് കടം വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത ദാസനോട് കരുണ കാണിച്ച യജമാനന്റെ മനോഭാവം. വാസ്തവമായും ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരമാണ്. ഒരു നല്ല മനോഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോഴാണ് മറ്റുള്ളവരോട് നമുക്ക് കരുണ തോന്നുവാൻ ഇടയാക്കി. ആയതിനാൽ ഒരു ഉപമയായി കർത്താവ് ഇവിടെ പറയുകയാണ് ആ കാര്യം.
അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. നിർവാഹമൊന്നുമില്ല, കൊടുക്കേണ്ടതുമാണ്. എന്നാൽ ആ മനുഷ്യനോട് ക്ഷമ കാണിച്ച ആ യജമാനന്റെ മനോഭാവം അതെല്ലാവരും അപ്രകാരം തന്നെ നല്ലൊരു മനോഭാവമുള്ള മനുഷ്യരായി ജീവിക്കണം. അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്, മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയല്ലാതെ ഇവിടെ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. വേറെ ഒന്നും ദൈവത്തിന്റെ സൃഷ്ടിയല്ലാതെ ഒന്നും ഇവിടെയില്ല. ഇന്ന് അനേകരും ദാർശനികരാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം അവരാദ്യം തന്നെ പറയുന്നത് ദൈവമില്ല എന്നും ദൈവത്തെ മനുഷ്യരാശ്രയിക്കുന്നത് ഫോഷ്കാണെന്നുമാണ്. കാരണം അവർ പുറകോട്ട് നടന്നു പോകുന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തെ പുറകോട്ട് അവർ പഠിക്കുന്നുവെങ്കിൽ, അവരെത്ര വലിയവരാണെങ്കിലും അവർക്ക് എവിടം വരെ ചെന്നെത്തുവാൻ കഴിയും എന്നുള്ളത്. അവർ മുൻപോട്ട് ചിന്തിച്ചു പോയാലും അവരെവിടം വരെ എത്തും എന്നുള്ളത് അവർക്കറിഞ്ഞുകൂടാ. എന്നാലും ദൈവമില്ല എന്ന് അവർ പറയും. ദൈവമാണ് സകല സൃഷ്ടിയുടെയും ഉടമസ്ഥൻ. ആ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ തന്നെ കുഴപ്പം കൊണ്ട്, മനുഷ്യൻ ചെയ്ത തെറ്റുകൊണ്ട്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് മനുഷ്യൻ പരസ്പരം പോരാടുകയും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ കൂടിയാണ് ലോകമെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഒരു കടക്കാരന്റെ ഉപമ പറഞ്ഞുകൊണ്ട് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്നുവെങ്കിൽ അതാണ് ഇവിടെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു മനുഷ്യരോട് കൂടെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ബൈബിൾ അതിനെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 33-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഒരു ശമരിയാക്കാരനെ വഴിപോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടു മനസ്സലിഞ്ഞു എന്ന്. കാരണം കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് ശാരീരികമായി അതിഭയങ്കര പീഡയേറ്റ ഒരു മനുഷ്യൻ വഴിയരികിൽ കിടന്നിട്ട് ആരും സഹായിക്കാതെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. മനുഷ്യനെ സഹായിക്കുവാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യർ പരസ്പരം സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം ദൈവമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 10:33 പറഞ്ഞത്. ശമരിയാക്കാരന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നല്ല ശമരിയാക്കാരൻ, ആ മനുഷ്യനെ മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ നല്ല ശമരിയാക്കാരൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി സത്രത്തിലാക്കി അവൻ ആവശ്യമായ എല്ലാ ശുശ്രൂഷയും ചെയ്യുകയും പിന്നെയും വേണ്ടത് ചെയ്തു കൊള്ളുക എന്ന് സത്രക്കാരനോട് പറയുകയും ഞാൻ മടങ്ങി വരുമ്പോൾ കൂടുതലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നുകൊള്ളാമെന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ആ നല്ല ശമരിയാക്കാരനെ പോലെ തന്നെ ആകട്ടെ എന്നുള്ള അപേക്ഷ ഉള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു, കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കാരണം തനിക്കുള്ള സ്വത്തെല്ലാം ഓഹരി അപ്പനിൽ നിന്ന് അവൻ എഴുതി വാങ്ങിച്ച് ദൂരദേശത്ത് പോയി സുഖമായി ജീവിച്ചു. കാരണം
ഇന്ന് തനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, എല്ലാവരും ഉണ്ടെങ്കിലും തനിച്ച് ജീവിക്കുമ്പോൾ അവരറിയാതെ അവർക്ക് സംഭവിക്കുന്നതായ അപകടത്തെ പറ്റിയാണ് ഇവിടെ ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. കാരണം അവന്റെ ഓഹരി വാങ്ങി പുറത്തുപോയി അത് ദൂർത്തടിച്ച് ജീവിച്ച് അത് മുഴുവൻ നശിപ്പിച്ചപ്പോൾ അതുവരെയും അവന്റെ കൂടെ അപരിചിതമായ സ്ഥലത്തുണ്ടായിരുന്ന മനുഷ്യർ അവനെ വിട്ട് മാറിപ്പോയി. അവൻ ഒന്നുമില്ലാത്തവനായി, ഉടുക്കുവാൻ വസ്ത്രം പോലുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ മാറിപ്പോകുവാൻ ഇടയായി. അപ്പോഴവൻ വീട്ടിലെ കാര്യമോർത്തു, എന്റെ അപ്പന്റെ അടുത്ത് എന്തായിരുന്നു കുഴപ്പം? അവിടെ നല്ല സമാധാനമുണ്ടായിരുന്നു, നല്ല സന്തോഷമുണ്ടായിരുന്നു, അവിടെ സ്നേഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനോ വിശന്നു വലയുന്നു, ആരും ഒന്നും തരുവാനില്ല, ഉടുക്കുവാൻ വസ്ത്രമില്ലാത്ത അവസ്ഥ. അവൻ അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു പോകുവാൻ അവനൊരു മനസ്സ് തോന്നി. അവൻ അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. ഇവിടെ ഉദ്ദേശിക്കുന്നത്, നാം ദൈവത്തിങ്കിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ, ദൈവത്തെ ഉപേക്ഷിച്ച് പോയവരാണെങ്കിൽ, ദൈവത്തെ ഇതുവരെയും അറിയാത്തവരാണെങ്കിൽ, തീർച്ചയായും പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അടുത്തേക്ക് നാം ചെന്നു കഴിഞ്ഞെന്നാൽ നമുക്ക് ലഭിക്കുന്ന ആ ഏറ്റവും വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് ഇവിടെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ട് നശിച്ചു പോകാതെ ദൈവത്തോട് ചേർന്നാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയും. ഈ ലോകത്തിന് ഒരിക്കലും നമ്മെ നശിപ്പിച്ചു കളയുവാൻ കഴിയുകയില്ല. നമ്മുടെ സമ്പത്തിനെ അത് നശിപ്പിച്ചു കളയുവാൻ കഴിയുകയില്ല. നമ്മുടെ അടിസ്ഥാനത്തെ മറിച്ചു കളയുവാൻ കഴിയുകയില്ല. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു എന്ന് മത്തായി 9:36 പറയുകയാണ്. ഇടയനില്ലാത്ത ആടുകൾ, ഇടയനുണ്ട്. ഇടയൻ യേശുക്രിസ്തുവാണ്. ആ ഇടയൻ നമ്മളെ നയിക്കുന്നുവെങ്കിൽ, ആ ഇടയൻ നമ്മെ സ്നേഹിക്കുന്നു അത്രയധികം. മറ്റാർക്കും നമ്മെ അതുപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും അമ്മ പോലും നമ്മെ തള്ളിപ്പറയും. അനേകരും നമ്മിൽ നിന്ന് അകന്നു പോകും. ജീവിതത്തിൽ വലിയ ഭാരങ്ങൾ അനുഭവപ്പെടുമ്പോൾ, യാതനകൾ അനുഭവിക്കുമ്പോൾ, കഷ്ടതകളിൽ കൂടി കടന്നു പോകുമ്പോൾ ആരും ചിലപ്പോൾ നമുക്കുണ്ടായിരിക്കുകയില്ല. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, എന്റെ ഭാരങ്ങളൊക്കെയും എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ അതൊക്കെയും ചുമന്നു കൊള്ളാമെന്ന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർക്ക് താങ്ങുവാൻ കഴിയാത്ത അനേക ഭാരം അവർ വഹിച്ചുകൊണ്ടാണ് ജീവിതം നയിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ യേശു പറയുകയാണ്, നിന്റെ ഭാരങ്ങളൊക്കെ എന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന്. ദൈവം നമ്മെ അത്ര സ്നേഹിക്കുകയാണ്. യേശുക്രിസ്തു നമ്മെ അത്രയധികം സ്നേഹിക്കുകയാണ്. അതാണ് കാൽവരിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ അവനോട് കൂടെ എടുക്കപ്പെടും. ആ അവസാനമില്ലാത്ത ജീവിതം ദൈവത്തോടു കൂടെ ദൈവമൊരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ആയിരിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായി 14:14 പറയുന്നു, അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കിയ ഒരു വലിയ പുരുഷാരമാണ് യേശുവിന്റെ അടുത്തേക്ക് ചെന്നത്. യേശുവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നത് ആയിരക്കണക്കിന് ജനമുണ്ടായിരുന്നുവെങ്കിലും അവരാരും ധനവാന്മാരായിരുന്നില്ല. എല്ലാവരും സാധാരണക്കാരും പാവപ്പെട്ടവരും ആയിരുന്നു. കാരണം അവർ കണ്ണത്തെ ഉന്നതമായ ചികിത്സ ലഭിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കടന്നു പോകുവാനോ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. രോഗങ്ങൾ അവരെ കീഴടക്കിയിരുന്നു. മാനസികമായി തകർന്ന എല്ലാവരും
യേശുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ യേശു അവരെ സൗഖ്യമാക്കി, അവർക്ക് ആശ്വാസം നൽകി. ഇങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം മാനസാന്തരമുള്ളവരായിരിക്കും. നമ്മൾ മാത്രമല്ല, നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്കും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും കഴിയും. അതാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം പറയുന്നത്, അവൻ പടകിൽ നിന്നിറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു. അവരോട് പറഞ്ഞത്, ഞാൻ ഈ പറയുന്നതൊക്കെയും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്കും നല്ലത് തന്നെയാണ്, അനുഗ്രഹമാണ്, സമാധാനം, സ്നേഹം, സന്തോഷം, അതൊക്കെയുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് യേശു ആ വലിയ പുരുഷാരത്തോട് പറഞ്ഞപ്പോൾ അവർക്കത് വലിയ ആശ്വാസമായി തോന്നി. അവർക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അതാണ് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം എല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം സമാധാനവും സന്തോഷവും സ്നേഹവും ഉള്ളവരും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നവരും ആയിരിക്കുമെന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്. ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.